എവിടെ ഉത്ഭവിപ്പതവിടെ അവിതഥ ജീവിത ദൈവതം വസിപ്പു എന്നാണ് പറയുക. ആ കാട്ടിലേക്ക് പ്രവേശിച്ചതോടുകൂടി ലീലയെ വരവേൽക്കുന്ന ചെമ്പകപ്പൂവിൻ്റെ തീക്ഷ്ണ ഗന്ധമാണ്. ആ ഗന്ധത്തെ ആസ്പദമാക്കി ലീല പറയുന്നു, എവിടെ ഉത്ഭവിപ്പു അവിടെ അവിതഥ ജീവിത ദൈവതം വസിപ്പു. ഈ മണം എവിടുന്ന് വരുന്നു, അവിടെ എൻ്റെ ജീവിതത്തിൻ്റെ ദൈവം, എൻ്റെ ജീവിതത്തിൻ്റെ നായകൻ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വില പിടിച്ച ആ ആൾ അവിടെ ഉണ്ടാകും എന്നാണ്. ഈ ചെമ്പകപ്പൂവാണ് അവൻ്റെ അടയാളം. ആ ചെമ്പകപ്പൂവിൻ്റെ മണം എവിടെ നിന്ന് വരുന്നു, അവിടെ അവനുണ്ടാകും. ഈ ഒരു തീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അലങ്കരിക്കാൻ, പൂക്കൾ കൊണ്ടും തളിരുകൾ കൊണ്ടും അലങ്കരിക്കാൻ ആവശ്യപ്പെടുകയാണ് ലീല മാധവിയോട്. ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഈ കാട്ടിനെ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്ന ലീലയെ പറ്റി ആശാൻ പറയും, അനല ശിഖോജ്വലമാകും ഏകഹസ്തം. തീനാളം പോലുള്ള ഒരു വിരൽത്തുമ്പാൽ ആ വനഭാഗം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവിടെ എൻ്റെ ജീവനാഥനുണ്ട് എന്ന തീർപ്പോടുകൂടി, നിശ്ചയത്തോടുകൂടി, ഉറപ്പോടുകൂടി ലീല സംസാരിക്കുക. വളരെ ഉജ്ജ്വലമായ തീക്ഷ്ണതയുടെ ബിംബങ്ങളാലാണ് ഈ ഭാഗത്തെല്ലാം ലീലയെ അവതരിപ്പിക്കുക ആശാൻ. ഘനം അനലപുടം വെടിഞ്ഞുകാളും കനക ശലാക പോലെ എന്നാണ് ഈ അലങ്കൃതയായ ലീലയെപ്പറ്റി പറയുന്നത്. ഘനം അനലപുടം വെടിഞ്ഞുകാളും കനക ശലാക കണക്ക് എന്നാണ്. ഉലയിൽ നിന്ന് പഴുപ്പിച്ചെടുത്ത സ്വർണ്ണക്കമ്പി പോലെ ശോഭയോടുകൂടി എന്നാണ്. മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കും അതിമോഹ ലോഹിതാംഗി എന്ന്. മോഹത്താൽ തുടുത്ത ചുവന്ന ശരീരത്തോടു കൂടി അവൾ. അതിൻ്റെ ഉപമാനമായിട്ട് അശോകം പോലെ, പൂത്ത പൊന്നശോകം പോലെ എന്നും ആശാൻ പറയും. അതിമോഹ ലോഹിതാംഗി, എന്തൊരു പ്രയോഗമാണെന്ന് നോക്കുക. മോഹം കൊണ്ട്, അനുരാഗം കൊണ്ട്, അനുരാഗാധിക്യം കൊണ്ട് ആകെ തുടുത്ത പൂത്ത അശോകത്തെ പോലെയായിരുന്നു അന്നേരത്തെ ലീല എന്നാണ് പറയുക. ആ കാടിൻ്റെ അടുത്തെത്തി, ആ വനഭാഗത്തെത്തി, ഇവിടെ അതിനുണ്ട് എന്ന ഏതോ ഒരു അതീന്ദ്രിയമായ ബോധത്താൽ നിന്നു പോകുന്ന ലീലയെപ്പറ്റിയും പറയും. മന്ദുര കണ്ട വാജി പോലെ, ലായത്തിനടുത്തെത്തിയ കുതിരയെ പോലെ. അവിടെയും വെറുതെ കുതിര എന്ന് നമ്മൾ ധരിച്ചാൽ പോരാ. വാജി എന്ന വാക്കിൻ്റെ അർത്ഥം വാചങ്ങളോട്, ചിറകുകളോട് കൂടിയത് എന്നാണ്. അല്ലെങ്കിൽ ചിറകുള്ളതുപോലെ വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്നാണ്. ഇങ്ങനെ പ്രണയത്തിൻ്റെ ഒരു വേഗമാർന്ന ഒഴുക്കിൻ്റെ കഥയാണ് ഒരു പക്ഷേ ലീലാകാവ്യം. അതിൻ്റെ ഒരു ബിംബതലത്തിലേക്ക് കടന്നാൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ഇടയിലിഹ മഹാനിപാതയാം തടിനി കണക്ക് തകർന്ന ജീവിതമെന്നാണ് ലീല തന്നെ ജീവിതത്തെ പറ്റി പറയുക. ഇടയിലിഹ മഹാനിപാതയാം തടിനി കണക്ക് തകർന്ന ജീവിതം. ഒരു പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ പുഴയൊഴുക്കിൽ ഒരിടത്ത് വെച്ച് അതൊരു വലിയ വെള്ളച്ചാട്ടമായി മാറുന്നു. അതിനെപ്പറ്റിയാണ് പറയുക, മഹാനിപാതയാം തട്ടിനി കണക്ക് തകർന്ന ജീവിതം. ആ തകർച്ചയ്ക്ക് ശേഷവും അത് തൻ്റെ ഒഴുക്ക് തുടരുന്നതിൻ്റെ കഥയാണ് ലീലയിലെ പ്രണയ കഥ. അതിൻ്റെ പാരമ്യം എന്ന് പറയാവുന്ന ഒരു ശ്ലോകമുണ്ട്. ലീലയും മദനും രേവ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. കഥ അതിൻ്റെ ഏതാണ്ടൊരു പര്യവസാനത്തിൽ, സ്തബ്ധമായ പര്യവസാനത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് കവി മുന്നോട്ട് വന്നിട്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കുക. എവിടം എങ്ങു വാസഭൂവേദിവരുടെ കാംക്ഷിതം എന്തു സംഭവിച്ചു? എവിടം ഏതു വാസഭൂ, ഏതിവരുടെ വാസഭൂ, എന്ത് സംഭവിച്ചു, ഇവർ എങ്ങനെ ഇവിടെ വന്നു, എവിടെ നിന്നാണ് വന്നത്, എന്ത് ആഗ്രഹത്താൽ നീതരായാണ് വന്നത്? അവിദിത പരിണാമമൊക്കെയോർക്കിൽ ശിവ സർവമനാഥമീ ജഗത്തിൽ. എവിടെ നിന്നോ വന്ന് അജ്ഞാതമായ അപരിചിതമായൊരു ഭൂവിഭാഗത്തിൽ വെച്ച് മരണപ്പെട്ട രണ്ടുപേരെ പറ്റിയാണ് പറയുക. ഇവിടം ഏതിവരുടെ വാസഭൂ, എന്തു സംഭവിച്ചു, അവിദിത പരിണാമമൊക്കെയോർക്കിൽ ശിവ സർവമനാഥമീ ജഗത്തിൽ. മനുഷ്യ ജീവിതം അനാഥമാണ്. ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി എന്തും സംഭവിച്ചേക്കാവുന്ന ഒരു അനിശ്ചിതത്വത്തിൻ്റെ പേരാണ് മനുഷ്യാവസ്ഥ, മനുഷ്യജീവിതം എന്നത്. ശിവ സർവം അനാഥമീ ജഗത്തിൽ. ആശാൻ കവിതയിലെ ദുരന്തബോധ പാരമ്യം എന്ന് പറയാവുന്ന ഒരു ശ്ലോകമാണ്. ഒരു പക്ഷേ ഒരു യവന ദുരന്ത നാടകത്തിലെ കോറസ് പോലെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്ലോകമാണ്. ഇവിടം ഏതു വാസഭൂവേതിവരുടെ കാംക്ഷിതം എന്തു സംഭവിച്ചു, അവിദിത പരിണാമമൊക്കെയോർക്കിൽ ശിവ സർവം അനാഥമൂഴിയിൽ. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു, അർദ്ധാന്തരന്യാസങ്ങളുടെ കവിയായിരുന്നു ആശാൻ. ഏത് ജീവിത സന്ദർഭത്തെയും മനുഷ്യാവസ്ഥയെ സംബന്ധിക്കുന്ന
ഒരു നിരീക്ഷണത്തിനുള്ള, ഒരു വെളിപാടിനുള്ള, ഒരു വെളിപ്പെടുത്തലിനുള്ള സന്ദർഭമാക്കി മാറ്റുക എന്നതായിരുന്നു ആശാൻ്റെ രീതി. ഇത്തരത്തിൽ ചിലത് ആശാൻ കവിതയുടെ ആധാരവാക്യങ്ങൾ എന്ന് പറയാവുന്ന ചിലത് നമ്മൾ ലീലാകാവ്യത്തിലും കാണുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വിതയ നിയതി ദുസ്തരൗഖയ നദിയെ എതിർത്തൊരു ജന്തു നീന്തുമോ എന്നൊരു ചോദ്യമുണ്ട്. ആശാൻ്റെ വിധി സങ്കല്പം എന്തായിരുന്നു എന്നതിൻ്റെ ഒരു ആധാരവാക്യമായി എടുക്കാൻ നമുക്ക് വേണമെങ്കിൽ ആ ശ്ലോകാർത്ഥത്തെ. വിതയ നിയതി ദുസ്തരൗഖയ നദിയെ എതിർത്തൊരു ജന്തു നീന്തുമോ. വലിയ പ്രവാഹവേഗത്തോടു കൂടിയ ഒരു നദിയാണ് വിധി. ദുസ്തരൗഖ എന്നാണ് പറയുക. നീന്തിക്കടക്കാനാകാത്ത ഒഴുക്കോട് വേഗത്തോടു കൂടിയ ആ നദിയെ എതിർത്തൊരു ജന്തു നീന്തുക. മനുഷ്യനൊരു ജന്തുവാണ്. ജന്മമുള്ളവൻ്റെ പേരാണ് ജന്തു എന്നത്, മരണമുള്ളവൻ്റെയും പേരാണ് ജന്തു എന്നത്. ഈ വിതയ നിയതിയുടെ, നിർദ്ദയമായ നിയതിയുടെ ഈ ഉദ്ദാമ പ്രവാഹത്തെ മുറിച്ച് നീന്തിക്കിടക്കാൻ ഏത് ജന്തുവിന്, ഏത് മനുഷ്യന് ആകും? ഇതാണ് ആശാൻ്റെ ഒരു വിധി ദർശനം. ഏതോ അന്ധമായ ഒരു നിയതി, ഒരു ശക്തി, ഒരു പ്രവാഹം മനുഷ്യനെ അവൻ്റെ ആഗ്രഹങ്ങളെ കശക്കി എറിഞ്ഞുകൊണ്ട് എവിടേക്കോ ഒഴുക്കിക്കൊണ്ടുപോകുന്നു. ഈ ഒരു ചിത്രമാണ് ആശാൻ കവിതയിൽ നിന്ന് ആശാൻ്റെ വിധി വിശ്വാസത്തെ സംബന്ധിച്ച് നമുക്ക് കിട്ടുക. അതുപോലെ അവിചാരിതമായി മരണപ്പെടുന്ന ലീലയുടെ ഭർത്താവിനെ മുൻനിർത്തി ആശാൻ പറയും, ജന്തുവിന്നുഹ വിവൃത കവാട അനാരതം മൃതി. എപ്പോഴും തുറന്നിരിക്കുന്നു മനുഷ്യന് മുമ്പിൽ മരണത്തിൻ്റെ വാതിലുകൾ. അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഈ വിധിവിശ്വാസത്തിൻ്റെ, വിധി എന്ന് പറയുന്നത് ദൈവമല്ല, ദൈവമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയല്ല. ഏതോ ഒരു ദുരൂഹമായ പ്രപഞ്ച ശക്തി, ഒരു ഇരുണ്ട ശക്തി, നിർദ്ദയമായൊരു ശക്തി, അയുക്തികമായൊരു ശക്തി മനുഷ്യ ജീവിതങ്ങളെ ഭരിക്കുകയും കശക്കുകയും താറുമാറാക്കുകയും ചെയ്യുന്നു എന്ന ഏറ്റവും വലിയ ദുരന്ത വിശ്വാസത്തിൻ്റെ പേരാണ് ഒരുപക്ഷെ ആശാൻ്റെ വിധിവിശ്വാസം. ആശാൻ്റെ അമ്മ മരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം എഴുതിയൊരു കവിതയുണ്ട്, ഒരു അനുതാപം എന്ന പേരിൽ. ഇതിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയും, ദൈവത്തിൻ ഗതി നാഗയാന കുട്ടിലം നീർപ്പോള ജീവിതം. ദൈവം എന്ന് പറയുന്നത് വിധി എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. നമ്മൾ പറയുന്ന, നമ്മൾ കരുതുന്ന ദൈവമല്ല അത്. ദൈവത്തിൻ ഗതി, പ്രപഞ്ചത്തിൻ്റെ ഗതി നാഗയാന കുട്ടിലം, ഒരു സർപ്പഗതി പോലെ കുട്ടിലമാണ്, ദുരൂഹമാണ്, ദുഷ്ടമാണ്. നീർപ്പോള ജീവിതം, ജീവിതമാകട്ടെ ഒരു നീർപ്പോള പോലെ എപ്പോഴും ഉടഞ്ഞ് തകരാവുന്നതും ആണ്. ബോധത്തോടുകൂടി ജീവിതത്തെ അഭിമുഖീകരിക്കുകയും ആവിഷ്കരിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു കവിയെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. രണ്ട് പ്രണയകാവ്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് 1919 ആശാൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കൃതികൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഒന്ന് പ്രരോദന കാവ്യം, പ്രരോദനം എന്ന വിലാപകാവ്യം, മറ്റൊന്ന് ചിന്താവിഷ്ടയായ സീത. ഈ രണ്ട് കൃതികളുടെയും പ്രകാശന വർഷമാണ് 1919. ഇതിൽ ചിന്താവിഷ്ടയായ സീതയെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞു അല്ലേ? അതിൻ്റെ ശതാബ്ദി വേളയിലും അതിന് മുൻപും. ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ ആദ്യത്തെ പുസ്തകം തന്നെ ആശാൻ്റെ സീതാകാവ്യമായിരുന്നു. അങ്ങനെ പലപാട് ചർച്ച ചെയ്യപ്പെട്ട സീതാകാവ്യത്തോടൊപ്പം പ്രസിദ്ധീകരിക്കപ്പെട്ട ആശാൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒന്നാണ് പ്രരോദനം. നമ്മൾ ആദ്യം പറഞ്ഞ മരണത്തെ ആശാൻ ചർച്ച ചെയ്യുന്ന, മരണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന, ആശാൻ്റെ രചനാ വൈഭവം അതിൻ്റെ പരകോടിയിലെത്തുന്ന ഒരു കാവ്യം എന്ന് വേണമെങ്കിൽ പറയാം പ്രചോദനത്തെപ്പറ്റി. അതിൻ്റെ തുടക്കം നമ്മൾക്ക് ഇതുപോലൊരു മഴക്കാലത്ത് അതിനെപ്പറ്റി അത് ഉദ്ധരിക്കാൻ, അത് പരാമർശിക്കാൻ വലിയ കൗതുകമുണ്ട്. മൂടും കാർമുകിലാൽ അകാല തിമിരം വ്യാപിച്ചുമായുന്നിത കാടും കായലും ഇക്കടൽ തിരകളും സഹ്യാദ്രികൂടങ്ങളും. പ്രചോദനത്തിലെ ആദ്യ ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയാണ്. മൂടും കാർമുകിലാൽ അകാല തിമിരം. അകാല തിമിരം എന്ന് വായിക്കുമ്പോൾ അകാല മരണമെന്ന് കേൾക്കുന്ന വിധത്തിലാണ് ആശാൻ്റെ പദരചന. അകാല തിമിരം ബാധിച്ചുമായുന്നിത കാടും കായലും ഇക്കടൽ തിരകളും സഹ്യാദ്രി കൂടങ്ങളും. ഇങ്ങനൊരു മഴക്കാലത്തിൻ്റെ ഗംഭീര പശ്ചാത്തലത്തിൽ ARൻ്റെ മരണത്തെ മുൻനിർത്തിയുള്ള മരണവിചാരമാണ് പ്രചോദന കാവ്യം എന്ന് പറയുന്നത്. ഒരു മരണ ചർച്ചയാണ്. എന്താണ് മരണം, എന്തുകൊണ്ടാണ് മരണം, എന്താണതിന് പരിഹാരം. അതിൻ്റെ ഇടയിലാണ് ചില അതിഗംഭീര ശ്ലോകങ്ങൾ ഇങ്ങനെ വന്നു പോകുക. ഉദാഹരണമായിട്ട് ശവസംസ്കാരം കഴിഞ്ഞു. അപ്പോൾ ആ മരണാനന്തര ചടങ്ങുകളെല്ലാം പൂർത്തിയായി. അപ്പോൾ അവശേഷിച്ച ഒരു മഹാമൗനത്തെപ്പറ്റി ഒരു ശ്ലോകമുണ്ട്. ലോകത്തെ ജഡമാക്കി നിർഭര നിശീധത്തിൻ്റെ സന്താനമാ മൂകത്വത്തെ മുതിർന്നുതൻ മുലകുടിപ്പിക്കും മഹത്വത്തോടും
ഹാ കർണങ്ങളിൽ ഉഗ്രശംഖമുരജധ്വാനങ്ങളേൽക്കാതെയും ഭൂകമ്പിക്കിലനങ്ങിടാതെയും ഇതാ പൊങ്ങുന്നു നിശബ്ദത. മരണം അവശേഷിപ്പിക്കുന്ന ഒരു മഹാ നിശബ്ദതയെ പറ്റിയാണ്, പ്രാപഞ്ചിക നിശബ്ദതയെ പറ്റിയാണ് പറയുന്നത്. ലോകത്തെ ജഡമാക്കി നിർഭര നിശീഥത്തിൻ്റെ സന്താനമാം മൂകത്വത്തെ മുതിർന്നു തൻ മുല കുടിപ്പിക്കും മഹത്വത്തോടും. നമ്മൾ ഒരിക്കലും കണ്ടിട്ടോ അനുഭവിച്ചിട്ടോ പരിചയപ്പെട്ടിട്ടോ ഇല്ലാത്തൊരു മഹാനിശബ്ദത. മൂകത്വത്തെ മുതിർന്നു തൻ മുല കുടിപ്പിക്കും മഹത്വത്തോടും ഹാ കർണങ്ങളിൽ ഉഗ്രശംഖ മുരജധ്വാനങ്ങളേശാതെ എല്ലാ ശബ്ദങ്ങളെയും ഗ്രസിക്കുന്ന ഒരു മഹാനിശബ്ദത. ഭൂകമ്പിക്കിൽ അനങ്ങിടാതെയും, അല്ലെ, ഭൂകമ്പത്താൽ പോലും ഭേദിക്കാനാകാത്ത ഒരു പ്രാപഞ്ചിക നിശബ്ദത. ഭൂകമ്പിക്കിൽ അനങ്ങിടാതെയും ഇതാ പൊങ്ങുന്നു നിശബ്ദത. അത് മരണത്തിൻ്റെ മൂർത്തമായ ഒരുപക്ഷെ സ്പർശവേദ്യമായ ഒരു അനുഭവം പോലെയാണ് ഈ മഹാ നിശബ്ദതയുടെ വിവരണം. അതിൽ ഭാഷ, കാവ്യഭാഷ അതിൻ്റെ എല്ലാ ഗാംഭീര്യങ്ങളോടും കൂടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനാകും, അല്ലേ? ശബ്ദങ്ങൾ കൊണ്ട് നിശബ്ദതയുടെ ഒരു ലോകം സൃഷ്ടിക്കുകയാണ്. ഹാ കർണങ്ങളിൽ ഉഗ്ര മുരജ ശംഖധ്വാനങ്ങളേൽക്കാതെയും ഭൂകമ്പിക്കിൽ അനങ്ങിടാതെയും ഇതാ പൊങ്ങുന്നു നിശബ്ദത. അതുപോലെ ARൻ്റെ ചിത ഇങ്ങനെ ആളിക്കത്തുന്നതിനെ പറ്റി തുല്യ തീവ്രതയുള്ള ഒരു ശ്ലോകമുണ്ട്. ചോജിസേറി വപുസ് പൊൽ തകിടുപോൽ പാളി പ്രധൂമംശുകം മോചിച്ചി മഹനീയദാഹവിധിയിൽ സംപ്രീതനായി സത്വരം വീജിക്ഷോഭമിയെന്ന തീക്കടലുപോൽ വ്യക്തസ്ഫുലിംഗാകുലൻ ശോചിഷ്കേശനിതാ സ്ഫുടം ജഡവിതിർത്താടുന്നു രുദ്രാകൃതി. അഗ്നി, ശ്മശാനാഗ്നി, ചിതാ അഗ്നി രുദ്രാകൃതിയായി താണ്ഡവം ചെയ്യുന്ന ശിവനെ പോലെ ജ്വാലകളാകുന്ന മുടിയഴിച്ചിട്ട് താണ്ഡവം ചെയ്യുന്ന ശ്മശാനാഗ്നിയെ പറ്റിയാണ് പറയുക. ശോചിഷ്കേശനിതാ സ്ഫുടം ജഡവിതിർത്താടുന്നു രുദ്രാകൃതി. കുറച്ചധികം സംസ്കൃത പദങ്ങളുണ്ടാവും, പക്ഷേ ആ ദുർഘടമെല്ലാം പരിഹരിച്ചാൽ നമ്മൾ ആ ശ്ലോകത്തിൽ തീർച്ചയായും അതിൻ്റെ ഭാവഗാംഭീര്യത്തിൽ അണയുക തന്നെ ചെയ്യും. വീജിക്ഷോഭമി എന്ന തീക്കടല് പോൽ വ്യക്തസ്ഫുലിംഗാകുലൻ ശോചിഷ്കേശന വിശേഷണമാണ് ശ്രദ്ധിക്കേണ്ടത്. ജ്വാലകളാകുന്ന കേശത്തോടു കൂടിയവൻ ശോചിഷ്കേശൻ. അഗ്നിയുടെ ഒരു പര്യായം മാത്രമല്ല, കേവല പര്യായം മാത്രമല്ല. ശോചിഷ്കേശൻ ഇതാ സ്ഫുടം ജഡവിതിർത്താടുന്നു രുദ്രാകൃതി എന്നാണ്. ഇങ്ങനെ മരണത്തിൻ്റെ, നശ്വരതയുടെ, ജീവിതത്തിൻ്റെ ആത്യന്തികമായ അർത്ഥമെന്ത് എന്ന അന്വേഷണത്തിൻ്റെ വലിയ തത്വചിന്താപരമായ അന്വേഷണത്തിൻ്റെ കാവ്യമാണ് പ്രചോദനം. നമ്മൾ ചിന്താവിഷ്ടയായ സീതയെപ്പറ്റി കാര്യമായെന്നും പറഞ്ഞില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ മറ്റൊരു വ്യത്യസ്തയായ നായികയാണ് ആശാൻ സീതാകാവ്യത്തിൽ അവതരിപ്പിക്കുക. ലീലയെപ്പോലെയല്ല, നളിനിയെപ്പോലെയല്ല. ഇന്ത്യൻ പാരമ്പര്യത്തിലെ ഏറ്റവും വലിയ സതീരത്നം എന്നറിയപ്പെടുന്ന ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ, രാജാവിനെ, മറ്റൊരു മര്യാദ പുരുഷോത്തമൻ എന്നറിയപ്പെടുന്ന ഒരു രാജാവിനെ, ഭർത്താവിനെ വിമർശന വിധേയനാക്കുന്നു എന്നതാണ് സീതാകാവ്യത്തിൻ്റെ ഏറ്റവും വലിയ അനന്യത. നമ്മൾ മുമ്പ് കണ്ടവരെല്ലാം കാമുകിമാരായിരുന്നു. ലീലയും നളിനിയുമെല്ലാം കാമുകിമാരായിരുന്നു. ഇവിടെ അമ്മയായ, ഭാര്യയായ, ഉപേക്ഷിതയായ, തിരസ്കൃതയായ, നിരാകൃതയായ ഒരു സതി. സതി എന്ന വാക്കിലാണ്, ലോകം വെടിഞ്ഞാൾ സതി എന്ന വാക്കിലാണ് സീതാകാവ്യം അവസാനിക്കുക. സതി എന്ന് കരുതപ്പെട്ട, അങ്ങനെ ആരാധിക്കപ്പെട്ടിരുന്ന ഒരുവൾ, ഒരു സ്ത്രീ, ഒരു ഭാര്യ, പരിത്യക്ത അമ്മ തൻ്റെ ഭർത്താവിനെ, അല്ലേ, സർവ്വലോകസമ്മതനായ ഭർത്താവിനെ വിമർശന വിധേയനാക്കുന്നു എന്നതാണ് ഒരു പക്ഷേ സീതാകാവ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. ആശാൻ കവിതയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിലെ അനന്യമായ ബിംബകൽപ്പനകളാണ് എന്ന് കരുതുന്ന ഒരു വായനക്കാരനാണ് ഞാൻ. അക്കൂട്ടത്തിൽ ഒന്നല്ല പലതും നമുക്ക് സീതാകാവ്യത്തിൽ കാണാനാകും. പ്രണയം തല പൊക്കിടാതെ ഇന്ന് അണലിപ്പാമ്പു കണക്കെ നിദ്രയായി, അല്ലേ? പ്രണയത്തിൻ്റെ ഉപമാനമായിട്ട് വരുന്നത് അണലിപ്പാമ്പാണ്. പ്രണയം തല പൊക്കിടാതെ ഇന്ന് അണലിപ്പാമ്പു കണക്കെ നിദ്രയായി ദയ തോന്നിടുമാറു മാനസം നിലയായി പ്രാക്കളൊഴിഞ്ഞ കൂടുപോൽ. ഇവിടെ എല്ലാം ആ കൽപ്പനകളുടെ ഒരു അപൂർവത കൊണ്ടാണ് ആ അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അതിൻ്റെ പുതുമായി 100 വർഷത്തെ വായനയ്ക്ക് ശേഷം ഇപ്പോഴും അതുപോലെ തന്നെ ശേഷിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഈ കൃതിയിലെ അവസാന ശ്ലോകങ്ങളിലായിരിക്കും ആശാൻ്റെ രചനാഭംഗി അതിൻ്റെ പരകോടിയിലെത്തുന്ന ചില ശ്ലോകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുക.
സ്വയമന്തിയിലും വെളുപ്പിലും നിയതം ചിത്ര വിരിപ്പു നെയ്തുടൻ വിയതാലയവാതിൽ മൂടുമെൻ പ്രിയ സന്ധ്യേ ഭവതിക്കു വന്ദനം എന്ന് സന്ധ്യയോടെ യാത്ര പറയുന്നു അല്ലേ. എന്ത് ഭാഷാ ഭംഗിയോട് കൂടിയിട്ടാണ് ഈ വിയോഗവാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ആശാനെന്ന് ശ്രദ്ധിക്കുക. സ്വയം അന്തിയിലും വെളുപ്പിലും നിയതം ചിത്ര വിരിപ്പു നെയ്തുടൻ വിയതാലയവാതിൽ മൂടുമെൻ പ്രിയ സന്ധ്യേ ഭവതിക്ക് വന്ദനം. അത് സന്ധ്യയുടെ ഒരു ശാന്ത സൗന്ദര്യം, പ്രശാന്ത ദീപ്തി നമ്മളെ അനുഭവിപ്പിക്കുന്നുവെങ്കിൽ തൻ്റെ വളർത്തച്ഛനായിരുന്ന ജനകനെ പറ്റി, ജനകനോട് യാത്ര പറയുന്ന സീത ഇങ്ങനെയാണ് സംസാരിക്കുക. സുസിതാംബരനായി വൃദ്ധനായി ബിസിനീതന്തു മരീചികേശനായി ലസിതസ്മിതനായ ചന്ദ്രികാ ഭസിതസ്നാത മൃഗാംഗ വന്ദനം അല്ലേ. ചന്ദ്രികാ ഭസിതസ്നാതൻ ബിസിനീതന്തു മരീചികേശൻ ലസിതസ്മിതനായ ചന്ദ്രികാ ഭസിതസ്നാത ഭവാന് വന്ദനം. ഇങ്ങനെ ജനകൻ്റെ ഒരു ചിത്രം, സാത്വികനായ ഒരു രാജാവിൻ്റെ, വളർത്തച്ഛൻ്റെ, വാത്സല്യനിധിയായ ഒരു വളർത്തച്ഛൻ്റെ ചിത്രം ചന്ദ്രനിലൂടെ ഉയർപ്പിക്കുന്ന ഒരു ശ്ലോകമാണ്. ഇനി രാമനോട് എങ്ങനെയാണ് അച്ഛനോട്, സന്ധ്യയോട്, പ്രകൃതിയോട്, സകല നക്ഷത്രങ്ങളോട്, സൂര്യനോടെല്ലാം യാത്ര പറഞ്ഞതിന് ശേഷം എങ്ങനെയാണ് രാമനോട്, താൻ സ്നേഹിക്കുകയും കലഹിക്കുകയും അനുരഞ്ജിക്കുകയും എല്ലാം ചെയ്ത രാമനോട് എങ്ങനെയാണ് യാത്ര പറയുക? പ്രിയ രാഘവ അല്ലേ. പ്രിയ സന്ധ്യ എന്ന് പറഞ്ഞതുപോലെ അതേ വിശേഷണത്തോടു കൂടിയാണ് പ്രിയ രാഘവ വന്ദനം ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ ഭയമറ്റു പറന്നു പോയിടാം സ്വയമിദ്യോവിൽ ഒരാശ്രയം വിന എന്നിങ്ങനെ ഞാനൊരു പക്ഷിയായി മാറിയിരിക്കുന്നു. എൻ്റെ ആശ്രയസ്ഥാനമായ ആ വൃക്ഷത്തെ അതിൻ്റെ സ്ഥാവരമായ നിലയോടുകൂടി ഭൂമിയിൽ ഉപേക്ഷിച്ച് ഞാനിതാ പറന്നുയരുന്നു അല്ലേ. ഭയമറ്റു പറന്നു പോയിടാം സ്വയം, ആ വാക്ക് വളരെ പ്രധാനമാണ്. സ്വയമിദ്യോവിൽ ഒരാശ്രയം വിന. ഇനി ഒരു വൃക്ഷത്തിൻ്റെ, ഒരു പക്ഷിക്കൂടിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ആശ്രയസ്ഥാനം, രാമൻ എന്ന ആശ്രയസ്ഥാനം തനിക്ക് ആവശ്യമില്ല. നമ്മളുടെ സമയം അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇങ്ങനെ ദാമ്പത്യ വിമർശനത്തിൻ്റെ, നശ്വരതാബോധത്തിൻ്റെ, മൃത്യുബോധത്തിൻ്റെ, അങ്ങേയറ്റം ആദർശവൽകൃതമായ സ്വതന്ത്രമായ സ്വച്ഛന്തമായ പ്രണയത്തിൻ്റെ കവിതകളിൽ നിന്ന് 1922 ആശാൻ എത്തിച്ചേരുന്ന ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി എന്നിങ്ങനെ ജാതി വിരുദ്ധത പ്രമേയമാകുന്ന 2 കൃതികളിലേക്കാണ്. അതിൽ ദുരവസ്ഥയെപ്പറ്റി നമുക്കറിയാം. വളരെ കാലികമായ അക്കാലം നടന്ന ഒരു സംഭവത്തെ, മലബാർ കലാപം എന്നൊരു സംഭവത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ജാതി വിരുദ്ധതയുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു കൃതി രചിക്കാനായിരുന്നു ശ്രമിച്ചത് ആശാൻ ദുരവസ്ഥയിലൂടെ. അതിനെപ്പറ്റി ഒരു നിരൂപകൻ പറഞ്ഞിട്ടുള്ളത് പോലെ അവിടെയും ആശാൻ കവിത ആകെ തന്നെ ഒരു വിഷമാലങ്കാരമായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ 2 ജാതി കൊണ്ട് ഭിന്ന രാശികളിൽ പെടുന്ന, ഭിന്ന മണ്ഡലങ്ങളിൽ നിൽക്കുന്ന 2 പേരുടെ കൂടിച്ചേരലിനെ പറ്റിയാണ് ആശാൻ പറയുക. ഒരു ബ്രാഹ്മണ യുവതി ഒരു ദളിത യുവാവിനെ പരിണയിക്കുന്ന കഥയാണ് ദുരവസ്ഥയിൽ ആശാൻ പറയുക. ചണ്ഡാല ഭിക്ഷുകിയിൽ ആദ്യമായി ആശാൻ ഒരു ബുദ്ധ കഥ, നമ്മൾ ശ്രീബുദ്ധേരകത്തിൻ്റെ ഒരു സമാന്തരധാരയെപ്പറ്റി പറഞ്ഞു. തൻ്റെ മുഖ്യ കൃതികളിൽ, മൗലിക കൃതികൾക്ക് വേണ്ടി ആശാൻ ആദ്യമായൊരു ബുദ്ധ കഥ സ്വീകരിക്കുന്നത് ചണ്ഡാല ഭിക്ഷുകിയിലാണ്. ചണ്ഡാല ഭിക്ഷുകിയിലും പഴയ കഥ തന്നെയാണ് ആവർത്തിക്കുന്നത്. സന്യാസിയെ ഒരു ലൗകികതയുടെ മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു യുവതി പ്രണയിക്കുന്നു. ആ ശ്ലോകം, 2ാമത്തെ ഖണ്ഡത്തിനൊടുവിലുള്ള ആ ഈരടികൾ, ശ്ലോകമല്ല ഈരടികൾ, ആ ഒരു മാറ്റത്തെക്കുറിച്ച് കൂടി പറയേണ്ട സന്ദർഭമാണ്. സംസ്കൃത വൃത്തങ്ങളിൽ നിന്ന് ദ്രാവിഡ വൃത്തങ്ങളിലേക്ക് കൂടുതൽ ആയവുള്ള ലളിതമായൊരു കാവ്യഭാഷയിലേക്ക് ആശാൻ പ്രവേശിക്കുന്നതും ചണ്ഡാല ഭിക്ഷുകിയോടൊപ്പമാണ്. അവിടെ എല്ലാം ഇതിന് ഘടകവിരുദ്ധമായിട്ടൊരു സംഗതിയുണ്ട്. ഈ കാലങ്ങളിലെല്ലാം ആശാൻ വിവർത്തനം ചെയ്തുകൊണ്ടിരുന്ന ശ്രീബുദ്ധ ചരിതത്തിൽ അങ്ങേയറ്റം ലളിതമായ തെളിഞ്ഞ മലയാളവും മലയാള വൃത്തങ്ങളിലുള്ള കാവ്യ രചനാ രീതിയുമാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം ഒരേ കാലത്ത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ചണ്ഡാല ഭിക്ഷുകിയോടുകൂടി, ദുരവസ്ഥയോടുകൂടി ആശാൻ കവിതയിൽ വലിയ വിപ്ലവം, വലിയ മാറ്റം സംഭവിച്ചു എന്നൊന്നും പറയാനാവില്ല.